ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സോയാബീൻ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാലോ. സോയാബീൻ നല്ല രീതിയിൽ അരിച്ചെടുത്തത് അതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത പേസ്റ്റിലേക്ക് നമുക്ക് സവോള, മൈദമാവ്, ഉപ്പ്, അതുപോലെ തന്നെ മുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി കഴിയുമ്പോഴാണ് നേരത്തെ കാണിച്ച സവോള, തക്കാളി, മുളകിൻ്റെ ഒക്കെ റോള് വരുന്നത് കേട്ടോ. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് മൂന്നും കൂടി അങ്ങോട്ട് ഇടാം. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ആവശ്യത്തിന് ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇത് തണുപ്പ് മാറിയതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കാം. അപ്പോൾ കറിയുടെ ഗ്രേവി റെഡി. ഇതാണ് നമ്മൾ ഗ്രേവി ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയാബീനും ചേർത്ത് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡി.